എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. 2 തക്കാളിയും കുറച്ച് അരിപ്പൊടിയും കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള ടൊമാറ്റോ മുറുക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇതുപോലെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പ്ലേറ്റ് നിറയെ നമുക്ക് മുറുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി നന്നായിട്ട് വലിപ്പമുള്ള 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ തക്കാളിയാണെങ്കിൽ 3 തക്കാളി എടുത്തോളൂ. ഇത് നന്നായിട്ട് വലിപ്പമുള്ള തക്കാളിയാണ്. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ഇതേപോലെ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ തൊലിയും അതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കാം. ഇനി 1 കപ്പ് അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ കായപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി മാവിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് 1/2 കപ്പ് പ്യൂരിയാണ് നമുക്ക് 2 തക്കാളിയിൽ നിന്ന് കിട്ടിയത്. പിന്നീട് അതിന് ശേഷം അതിലേക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് കുഴച്ചെടുത്തിരിക്കുന്നത്. അരിപ്പൊടി എടുക്കുമ്പോൾ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. കുഴച്ചിട്ട് നന്നായി ഒന്ന് ഇതിനെ മയപ്പെടുത്തിയെടുക്കണം. പിന്നെ സേവനാഴിയിലേക്ക് മുറുക്ക് തയ്യാറാക്കി എടുക്കുന്ന ചില്ല് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറേശ്ശെയായിട്ട് മാവ് ഇതേപോലെ വെച്ച് കൊടുക്കാം. സേവനാഴി ഫില്ലാകത്തക്ക രീതിയിൽ മാവ് വെച്ച് കൊടുക്കാം. പിന്നീട് നമുക്കിത് പിഴിഞ്ഞിടാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ പുരട്ടി നിരത്തി വെച്ചേക്കണം. ഈ ഒരു രീതിയിൽ മാവ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചിട്ട് ആ പാത്രത്തിലേക്ക് പിഴിഞ്ഞെടുക്കാം. അതായത് എണ്ണ പുരട്ടി വെച്ചിരിക്കുന്ന പാത്രമാണ്. ഇനി അതിലേക്ക് ഇത് പിഴിഞ്ഞിടാം. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന മാവ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം. ഇതുപോലെ നന്നായി ഫ്രൈ ആയി വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി നമുക്ക് ഇത് ഡയറക്റ്റായിട്ട് എണ്ണയിലേക്കൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. ഇതുപോലെ 2 രീതിയിൽ നമുക്ക് ഈ മുറുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇട്ട് കൊടുത്തത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. സൂപ്പർ ക്രിസ്പി ആയിട്ടുള്ള മുറുക്കാണ്. ഈ ഒരു രീതിയിൽ നിന്ന് തയ്യാറാക്കി നോക്കൂ. എണ്ണ ഒരുപാട് ബാലൻസ് വരണ്ടെന്ന് വെച്ച് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പല തവണയായിട്ട് നമുക്ക് വറുത്ത് കോരിയെടുത്താൽ മതിയാകും. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലാക്കി വെച്ചിട്ട് വേണം ഈ മാവ് എണ്ണയിലേക്ക് പിഴിഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ഈ ഒരു രീതിയിൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അത്രയും മാവിലുള്ള മുറുക്ക് തയ്യാറാക്കി കഴിഞ്ഞു. ഇത്രത്തോളം മുറുക്കുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ എത്രത്തോളം ക്രിസ്പിയാണെന്നുള്ളത്. മുറുക്കാണ്. കുട്ടികൾക്ക് സ്കൂളിലൊക്കെ സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തുകൂടെ നല്ലതാണ്. ഇനി ഏറ്റവും ഒടുവിലായിട്ട് ഇതിലേക്ക് കുറച്ച് സാധനവും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇത് കുറച്ച് ലേസും കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് നന്നായി പൊടിച്ചെടുത്തതാണ്. അത് ഈ മുറുക്കിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള ടൊമാറ്റോ മുറുക്ക്. അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കൂ. നമുക്കിത് സ്റ്റോർ ചെയ്ത് ദിവസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിച്ച് വയ്ക്കാം. കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തുവിടാനൊക്കെ പറ്റിയൊരു ഐറ്റമാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.